പ്രതിപക്ഷത്തു നിന്നുള്ള ആൾക്കാരെ എല്ലാവരെയും ചേർത്ത് അതിൽ തന്നെ ആളുകളെ തെരഞ്ഞെടുത്തിൽ പോലും അങ്ങേയറ്റ ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അതത് പാർട്ടികളുമായി കൺസൾട്ട് ചെയ്യാതെ അവരുടെ താല്പര്യം പരിഗണിക്കാതെ ഇവർക്ക് അതിൽ തന്നെ ഒരു രാജ്യ താല്പര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്താണ് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് ഉറപ്പായി നമുക്ക് ആക്ഷേപിക്കാൻ കഴിയുന്ന പോയിന്റ് അതാണ്. ഓരോ പാർട്ടിയിൽ നിന്നും ആര് പറഞ്ഞെന്ന് ഇവർ പിക്ക് ചെയ്യാണ്. അതിന് മര്യാദ എന്താണ്? അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പറഞ്ഞത് നിങ്ങൾ പിക്ക് ചെയ്ത ആളെ തരാൻ സൗകര്യമില്ല, അയാളെ കൊണ്ട് മാറിക്കിട്ട് ഇവർ കൊടുക്കാമെന്ന്. അത് കോൺഗ്രസ് ചെയ്യാൻ പറ്റിയില്ല, കോൺഗ്രസ് ട്രാപ്പിലായിപ്പോയി. അപ്പോൾ അതിൽ തന്നെ രാഷ്ട്രീയ താല്പര്യം പ്രകടമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് മൗലികമായ ചോദ്യങ്ങളെ അവഗണിക്കാം, ഇല്ലാതാക്കാം, മ്യൂട്ട് ചെയ്യാമെന്ന് സർക്കാർ വിചാരിച്ചോ എന്ന് സംശയിക്കണം. കാരണം ബേസിക് ക്വസ്റ്റ്യൻസ് എന്താണ്? ഒന്ന്, അവിടെ ആ ആക്രമണം നടത്തിയ 4 പേരുടെ പടം നമുക്ക് എല്ലാവർക്കും കിട്ടും, അവൈലബിൾ ആണ്. ആരാണെന്ന് പറയാം. അവരെവിടെ? നമ്മൾ ഈ പറയുന്ന കൗണ്ടർ അറ്റാക്ക് നടത്തിയതിന് ശേഷം അവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് പാകിസ്ഥാന് മേലെ സമ്മർദ്ദം ചെലുത്താനോ അവരെ പിടിക്കാനോ പറ്റിയോ? ജീവനോടെ അല്ലാതെയോ അവരെ കിട്ടിയോ? രണ്ടാമത്തെ ചോദ്യം, അവിടെ പ്രതിദിനം 2000 ആളുകൾ സന്ദർശിക്കുന്ന ബൈസൺ വാലി താഴ്വരയിൽ ഒരൊറ്റ എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്ത സുരക്ഷാരഹിത സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആരാണത് ഉത്തരവാദിത്തം പറയേണ്ടത്? ലോകത്തെ ഏറ്റവും വലിയ സൈനികവൽകൃതമായ ഒരു നാട്ടിൻ്റെ കാര്യമായി പറഞ്ഞു. മൂന്നാമത്തേത്, അവിടെ കശ്മീർ പോലൊരു സ്ഥലത്ത് IBക്കുണ്ടായ വീഴ്ച വിശദീകരിക്കപ്പെട്ടിട്ടില്ല. 4, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇടപെട്ടാണത് പരിഹരിച്ചത്. കശ്മീരിൽ മൂന്നാമതൊരാൾ ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യയുടെ നയം എന്നിരിക്കെ ആ നയത്തെ കുറുകെ ചാടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഞങ്ങളാണിത് പരിഹരിച്ചത്. അങ്ങനെയാണെങ്കിൽ കശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാമൻ, ഒരു സന്ധി പറയാനൊരു മധ്യസ്ഥൻ വന്നിരിക്കുന്നു. അവരിപ്പോഴും അവകാശപ്പെടുന്ന അവരാണ് പരിഹരിച്ചെന്നാണുള്ളൂ. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, എവിടെ സെക്യൂരിറ്റി, എവിടെ രഹസ്യാന്വേഷണ സംവിധാനം, എവിടെ അക്രമം നടത്തിയ ആളുകൾ, ഈ മൂന്നാമതൊരാൾ കശ്മീരിൽ ഇടപെട്ടോ, ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അല്ലാതെ ഈ ബഹളം കൊണ്ട് മറ്റ് ചോദ്യങ്ങളെല്ലാം മൂടി വയ്ക്കും. ഇവർ വിചാരിക്കുന്നത് അറിയാമോ? ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരുപ്പെട്ട ആൾക്കാരെയൊക്കെ എടുത്ത് ഇതിൻ്റെ ഭാഗമായി അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോകത്തോട് ഇന്ത്യയുടെ പ്രശ്നം വിശദീകരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ത്യ എല്ലാം ഓക്കെ ആണെന്ന് പ്രസംഗിക്കാനാണ് ഇവരെ പറഞ്ഞയക്കുന്നത്. അങ്ങനെയൊക്കെ അകത്ത് വന്ന് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷന് പ്രശ്നമുണ്ടെന്നുള്ള ആക്ഷേപം ഉന്നയിക്കാൻ ഇവരുടെ നാവ് പൊന്തില്ല എന്നുള്ള വലിയ ആലോചന ഒരുപക്ഷെ ഇതിനകത്തുണ്ടാവും. പക്ഷെ ആ ചോദ്യം അവിടെ നിൽക്കുന്നു. അത് രാജ്യരക്ഷയുടെ, രാജ്യാഭിമാനത്തിൻ്റെ, രാജ്യസ്നേഹത്തിൻ്റെ, പട്ടാളത്തിൻ്റെ ഒന്നും മേലങ്കിയിട്ടാൽ മൂടിപ്പോകുന്നതല്ല. കാരണം എത്ര മനുഷ്യർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതിന് ഉത്തരവാദിത്വം പറയാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. കാരണം ഈ സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ലാപ്സിനും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പ്രസംഗിച്ച് നടന്നവരാണ്. അതിർത്തികളുടെ സംരക്ഷണം, ബാങ്കുകളുടെ സംരക്ഷണമെല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ എന്ന് വലിയ വായിൽ പ്രസംഗിച്ച മോദിക്ക് ഈ കാര്യത്തിൽ മറുപടി വരാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാർലമെൻറ്റ് സെഷൻ വിളിക്കണം എന്ന് പറയുന്നത്. ഇതിന് മുൻപ് കാർഗിൽ സംഭവം ഉണ്ടായ ശേഷം അത് പഠിക്കാൻ നമ്മൾ പട്ടാളക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഈ വിദഗ്ധരെയൊക്കെ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ഉണ്ടാക്കി അതുമായി പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയുണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. ഗവൺമെൻറ് പറയുന്നത് മാത്രം വിശ്വസിക്കണമെന്നാണ് സിദ്ധാന്തമെങ്കിൽ അതിനകത്ത് കല്ലുകടിയുണ്ട്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രഭാവലയത്തിൽ ഇല്ലാതായി പോകുന്നതല്ല, മൗലികമായ ചോദ്യങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്.